അങ്ങനെ 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ബ്രെമൻ ഹോഫ് ബാനോഫിലെത്തി. ഹലോ ഗൈസ്, സോ ഇറ്റ്സ് അവർ ഫസ്റ്റ് വ്ലോഗ് ഇൻ ജർമ്മനി ആൻഡ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ബ്രെമനിലാണ്. ബ്രെമൻ ഹോഫ് ബാനോഫിൽ നിന്ന് നമ്മൾ മാർക്കറ്റ് സ്ക്വയറിലേക്ക് പോകാൻ വേണ്ടി ഒരു ട്രാമിൽ കയറി. ചരിത്രവും ആധുനികതയും കൈകോർക്കുന്ന ജർമ്മനിയിലെ മനോഹരമായ ഒരു നഗരമാണ് ബ്രെമൻ. നഗരത്തിൻ്റെ ഹൃദയമായ മാർക്കറ്റ് സ്ക്വയറിലെ കാഴ്ചകൾ കാണാം. ഇവിടെ തന്നെ 1409 പണിതൊരു ടൗൺ ഹാളാണ് നിങ്ങൾ ഈ കാണുന്നത്. ആൻഡ് ബ്രെമൻ പ്രൂവ്സ് ദാറ്റ് ദ ബെസ്റ്റ് തിങ്സ് ആർ ഫൗണ്ട് റൈറ്റ് ഇൻ ദ മിഡിൽ. സോ ലെറ്റ്സ് ഡിസ്കവർ ദ ബ്യൂട്ടി ഓഫ് സിറ്റി ഇൻ ബിറ്റ്വീൻ. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടാണ് നമ്മൾ നിൽക്കുന്നത്. സോ ഇത് നമ്മളിപ്പോൾ ബ്രെമൻ സിറ്റി സെൻറ്ററിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇറ്റ്സ് എ സിറ്റി റൈറ്റ്. ആൻഡ് ഇത് നമ്മുടെ ഫ്രണ്ട് ഫിലിപ്പ്. ഹലോ ഗൈസ്. ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങുകളിലും നിങ്ങൾക്ക് ഒരുപാട് സ്കൾപ്ചേഴ്സ് കാണാം. അത് നമ്മളെ വളരെയധികം അതിശയിപ്പിക്കുന്ന രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ബ്രെമൻ്റെ കാവൽക്കാരനായ റൊളണ്ട്. 1404 നിർമ്മിക്കപ്പെട്ട ഈ പ്രതിമ ഈ നഗരത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമായാണ് ഇവർ കരുതുന്നത്. ഇവിടെ ലൈക്ക് തണുപ്പ് ഇപ്പോൾ ടെമ്പറേച്ചർ -2 ഒക്കെയാണ്. അങ്ങനെ കാര്യം കാണാൻ വേണ്ടി നമ്മളും കഴുതക്കാല് പിടിച്ചു. പക്ഷേ ഇങ്ങനെയല്ലായിരുന്നു വേണ്ടിയിരുന്നത്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഇതിൻ്റെ 2 കാലിലും പിടിച്ചാണ് ആഗ്രഹങ്ങൾ പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ആ സ്റ്റാച്യൂസും സ്കൾപ്ചേഴ്സും ഒക്കെ ഉണ്ട്. എന്ത് മനോഹരമാണല്ലേ. അതുമാത്രമല്ല നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ് കപ്പ്, സോസർ, അതൊക്കെയാണ് അവർ ലൈറ്റൊക്കെ ഇട്ട് ഇത്രയും ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഭൂരിഭാഗം ബിൽഡിങ്ങുകളും ചെറിയ ബ്രിക്കും ഗ്ലാസ്സും ഒക്കെ കൊണ്ടാണ് പണിതിരിക്കുന്നത്. ഇത്രയും ഭംഗിയുള്ള ഓരോ ഇടുങ്ങിയ വഴികളും നമ്മെ വിസ്മയിപ്പിക്കുന്ന ഓരോ കാഴ്ചകളിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഏകദേശം ബ്രെമൻ ഫുള്ള് കണ്ടുവെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മളൊരു റിവർ സൈഡിൽ വന്നിട്ടുണ്ട്. കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ യാത്ര അവസാനിക്കുന്നത് വെസർ നദിക്കരയിലാണ്. ചരിത്രമുറങ്ങുന്ന കെട്ടിടങ്ങളും കൗതുകം നിറഞ്ഞ കഥകളും മനോഹരമായ ഈ നദിക്കരയും ബ്രെമൻ നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. നൈറ്റ് ലൈഫൊക്കെ പ്ലാൻ ചെയ്താൽ വന്നത്, പക്ഷേ തണുപ്പ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ വേറെ റൂമിൽ പോവാണ്. ഭയങ്കര തണുപ്പാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് ഹോഫ് ബാനോഫിലെത്തി ബ്രെമൻ. ആൻഡ് നമ്മളിപ്പോൾ ഇനി തിരിച്ച് ഹാംബർഗിലോട്ട് പോവാണ്. ഇനി ഞാൻ ഇങ്ങനെ സ്ഥിരം വീഡിയോസ് ഇടുന്നതാണ്. സോ സബ്സ്ക്രൈബ്.